എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. മുല്ലപ്പെരിയാർ ഡാം ഉറപ്പായിട്ടും പൊട്ടും. 35 ലക്ഷം മുതൽ 45 ലക്ഷം വരെയുള്ള ആൾക്കാർ മരിക്കും, അല്ലെങ്കിൽ വളരെ ദുരന്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഉറ്റവരെ ഉടവരെ നഷ്ടപ്പെടും. അതിനപ്പുറം ആ ഒരു 6 ജില്ലകൾ ഒന്നും തന്നെ കാണത്തില്ല. അവിടെ ഒരു അവശേഷിപ്പുകളും ഉണ്ടാകത്തില്ല. ഒരു ചെളിക്കുണ്ട് പോലത്തെ രീതിയിലേക്ക് മാറ്റപ്പെടും. ഇത് വലിയൊരു സത്യമാണ്. പണ്ട് ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യ ഭീതി പരത്തുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ നേരെ ആൾക്കാർ തിരിയത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആർക്ക് വേണേലും പറയാൻ പറ്റും, മുല്ലപ്പെരിയാർ ഉറപ്പായിട്ടും പൊട്ടും. അൺലെസ് അതിൻ്റെ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പുതുക്കി പണിതില്ലെങ്കിൽ, ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ ഒക്കെ അത് പൊട്ടുമെന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ഡാറ്റ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ആണ്. ഐക്യരാഷ്ട്രസഭ സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ അത് മൊത്തത്തിൽ എന്താണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ, ഉടനടി ഡീകമ്മീഷൻ ചെയ്യേണ്ട, പ്രവർത്തനം നിർത്തലാക്കേണ്ട, അല്ലെങ്കിൽ പുതുക്കി പണിയോ മറ്റോ എന്തെങ്കിലും ചെയ്ത് എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരിക്കലും തുടർന്ന് പോകാൻ പാടില്ലാത്ത ലോകത്തെ 100 ഡാമുകളുടെ കാര്യവും അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ഹിസ്റ്ററിയും നിലവിലുള്ള അവസ്ഥയുമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ഡാം ഇടം പിടിച്ചിട്ടുള്ളൂ, അത് മുല്ലപ്പെരിയാറാണ്. അതിനു മുമ്പ് IIT റൂർക്കിയുടെ റിപ്പോർട്ടുണ്ട്, IIT ഡൽഹിയുടെ റിപ്പോർട്ടുണ്ട്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. കേരള ഗവൺമെൻറ് അതിനെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള മറ്റൊരുപാട് പ്രൈവറ്റും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരുപാട് സംഘടനകളുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. അവിടുത്തെ ചീഫ് എഞ്ചിനീയർ പറയുന്ന കാര്യം, KCBയുടെ ചീഫ് എഞ്ചിനീയർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവമാണെന്നുള്ള തരത്തിലാണ്. അവർക്കൊക്കെ കറക്റ്റ് അവസ്ഥ അറിയാം അവിടുത്തെ. ഇതിലെല്ലാം എന്താണ് ഈ റിപ്പോർട്ടിലെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടുമെന്ന് തന്നെയാണ്. പൊട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. ഉടനടി ഇതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കിയില്ലെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഈ വീഡിയോയിൽ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയിയെ പറ്റിയിട്ടല്ലേ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു വലിയ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മുമ്പിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന്. സത്യം പറഞ്ഞാൽ അതുപോലെ ഇന്ന് കേരളം തൊഴുകൈയോടെ നോക്കിക്കാണേണ്ട ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി പറയുന്നു ഇത് പ്രശ്നമാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ സ്വന്തം ചെലവിന് ഒരുപാട് കേസുകൾ നടത്തുകയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട്, അത് പ്രധാനമായിട്ട് ഈ പ്രളയം അല്ലെങ്കിൽ ഈ മഴക്കെടുതി വരുമ്പോൾ മാത്രമാണ് നമ്മളിതിനെപ്പറ്റി ബോധേഡാകുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ മഴക്കാലവും വരും, അപ്പോൾ പ്രളയം ഉണ്ടാകും. ഉടൻ തന്നെ നമ്മൾ പറയുന്ന 2 കാര്യങ്ങൾ, 1 മുല്ലപ്പെരിയാർ, 2 ഗാഡ്ഗിൽ. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അത് തന്നെയാണ്. അത് മഴ മാറി പ്രളയം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നീട് അതിനെ പറ്റിയിട്ട് ഓർക്കത്ത് പോലുമില്ല അല്ലേ. അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് ഒരുപാട് വീഡിയോസ് അദ്ദേഹം ഇൻ്റർവ്യൂ ആയിട്ടും ഒക്കെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിലെല്ലാം അദ്ദേഹം അതിൻ്റെ എല്ലാ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സേവ് കേരള ബ്രിഗേഡിൻ്റെ അധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ഭീകരാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. NK പ്രേമചന്ദ്രൻ MP പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു ജലബോംബാണ് കൊണ്ടു കിടക്കുന്നത്. അതിൻ്റെ ടൈമർ, നമ്മൾ ഈ ടൈം ബോംബുകളുടെ ടൈമിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ടിക് 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 എന്ന് പറഞ്ഞ്, അതുപോലെ അതിൻ്റെ ടൈമിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണേലും പൊട്ടാമെന്നുള്ള അവസ്ഥയിലാണ് ആ ഒരു വലിയ ജലബോംബ്. അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പിന്നെ എന്താണ് ഉണ്ടാകുക? അതിൻ്റെ ആഘാതമൊന്നും നമുക്ക് സാധാരണക്കാർ ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു പുഴ പൊട്ടിക്കയറി വന്ന പ്രളയം ഉണ്ടാകും, അത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റ് നിൽക്കുന്ന, ഓൾമോസ്റ്റ് 850 മീറ്ററോളം ഹൈറ്റ് നിൽക്കുന്ന ഒരു ഡാമാണ്. അതിൽ 15 TMC വെള്ളമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത്രയും കൈനറ്റിക്, അത്രയും പൊട്ടൻഷ്യൽ എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു വെള്ളം നിൽക്കുന്നത്. ആ ഒരു വെള്ളം പൊട്ടിക്കഴിയുമ്പോഴേക്കും അത് എത്രത്തോളം കൈനറ്റിക് എനർജിയിലായിരിക്കും അവിടുന്ന് പുറത്ത് പോകുന്നതെന്നൊന്നും നമുക്ക് സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നത്, പണ്ട് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിനേക്കാളും 150ഓളം ഇരട്ടി ഇമ്പാക്റ്റ് ആയിരിക്കും, ഇരട്ടി എനർജി ആയിരിക്കും ആ ഒരു ജലബോംബിനുള്ളത്. മുമ്പിൽ കാണുന്ന എന്തിനേയും അത് തൂത്തെറിയും, ഒന്നും അവശേഷിക്കത്തില്ല അതിൻ്റെ പാതയിൽ. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോ ചരിത്രമോ ഒന്നും അല്ല ഇപ്പോൾ പറയേണ്ടത്. എനിക്ക് വേണമെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാം. അതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത്? ഇവിടെ ഇടുക്കി എന്ന് പറയുന്ന ആ ഒരു സീസ്മിക് ആക്ടിവിറ്റി ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണിപ്പോൾ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു ഭൂകമ്പം അടിയിലുണ്ടായാൽ, ഭൂകമ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ എല്ലാ കെട്ടിടങ്ങളെയൊക്കെ പിടിച്ചു കുലുക്കുന്നതല്ല, റിക്ടർ സ്കെയിലിൽ ഒരു
3-4 മാഗ്നിറ്റ്യൂഡൊക്കെ വരുന്ന കുറച്ച് ഭൂകമ്പങ്ങൾ കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതൊന്നും വേണ്ട. അതിൻ്റെ വാട്ടറിൻ്റെ പ്രഷർ അതിൻ്റെ ഭിത്തികളിൽ ഇങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, സമ്മർദ്ദം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പല ഏജൻസികളും പറയുന്നൊരു കാര്യമുണ്ട്, പണ്ട് ഒരു 126 വർഷം മുമ്പാണ് ഈ ഒരു ഡാം നിർമ്മിക്കപ്പെട്ടതല്ലേ. അന്ന് പെനികുക്ക്, അതിൻ്റെ നിർമ്മിച്ച ആളാണ് പെനികുക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണല്ലോ ഇത് ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 50 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കരുത്. 50 വർഷത്തേക്കേ ഉള്ളൂ. പക്ഷേ ഇന്ന് 125 അല്ലെങ്കിൽ 126 വർഷങ്ങളായിരിക്കുന്നു ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ. നമ്മൾ ജനങ്ങൾ മണ്ടന്മാർ സത്യം പറഞ്ഞാൽ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആര്? നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയെ പറ്റിയിട്ടല്ലേ. നമ്മളൊക്കെ അവരുടെ ചരടിലെ പാവകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയി ആ ഒരു കാര്യം കറക്റ്റ് പറയുന്നുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് കേരള ഗവൺമെൻറ്റിലേക്ക് നിയന്ത്രിക്കുന്ന കുറച്ച് സംഘങ്ങളുണ്ട്. അവരിൽ രാഷ്ട്രീയക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, മത നേതാക്കളുണ്ട്, വേറെ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് 35 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവന് യാതൊരു വിലയില്ലാണ്ട് ഇത് അതേപടി നിർത്തിയിരിക്കുകയാണ്. എത്രയോ വർഷം മുമ്പ് IIT പോലുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ഇത് ഉടനെ തന്നെ ഡീകമ്മീഷൻ ചെയ്യണം, അതിൻ്റെ ഏറ്റവും ബലഹീനമായിട്ടുള്ള അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആര് കേട്ടു? ഇതിൻ്റെ പിന്നിൽ വലിയൊരു പൊളിറ്റിക്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് സ്റ്റാറ്റസുകളും സ്റ്റോറികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേരളത്തിലെ പ്രളയക്കെടുതിയായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ കേരളത്തിന് 1 കോടി രൂപ ധനസഹായം നൽകി. മാത്രമല്ല അവിടുന്ന് കുറേ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യമാണല്ലേ, പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് പണ്ട് ആദ്യമായിട്ട് പ്രളയം നടക്കുമ്പോഴേക്കും 2018 ആ ഒരു വർഷം ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ജലനിരപ്പ്, അനുവദിച്ചിട്ടുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് 142 ആണല്ലേ. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞ പ്രശ്നമാകും എന്ന് കണ്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ബാക്കി എല്ലാവരുടെയും സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട്, കാരണം ഇവിടെ വലിയ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സന്നദ്ധ സംഘടനയായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്, നമ്മളെല്ലാം വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യർ മരിക്കുന്നു, പക്ഷി മൃഗാദികൾ മരിക്കുന്നു, അവരുടെ വീടും കുടിയൊക്കെ ഒഴുകിപ്പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിക്ക് ഒരു കത്തെഴുതുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ അനുവദിച്ചിട്ടുള്ള ലെവൽ 142 അതിൽ നിന്ന് കുറച്ച് 100, അതായത് 3 അടി കുറച്ച് 139 അതൊന്ന് ലെവലാക്കണം. കാരണം കേരളം ഇത്രയും വലിയൊരു ഭീകരാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ സമ്മതം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വിസമ്മതം പ്രകടിപ്പിക്കുക അല്ലേ. പക്ഷേ എടപ്പാടി പളനിസ്വാമി എന്താണ് ഇങ്ങോട്ട് തിരിച്ചയച്ചത് കേരള മുഖ്യമന്ത്രിക്ക്? മറ്റൊന്നുമല്ല, ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നൊന്നുമില്ല, വേണമെങ്കിൽ ഞങ്ങൾ 142 എന്ന് 152 ആക്കാമെന്നും പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങോട്ട് അയച്ചത്. കേരള ഗവൺമെൻറ് അതിനെ പറ്റിയിട്ട് ഒരക്ഷരം വേണ്ടിയില്ല, വായിൽ കൈവച്ച് ഇങ്ങനെയിരുന്നു. എന്നിട്ട് അന്ന് ഈ പറയുന്ന റസൽ ജോയിയാണ് സുപ്രീം കോടതിയിൽ അതിനെ സംബന്ധിച്ച് കേസ് നടത്തിയതും. പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിക്ക് ഇതിൻ്റെ ഭീകരാവസ്ഥ അറിയാം, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരാവസ്ഥ അറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ തീരുമാനം പറയണമെന്ന് പറഞ്ഞതിന് കേസ് മാറ്റിവെക്കാനും സമ്മതിച്ചൊന്നുമില്ല. തമിഴ്നാട് പറഞ്ഞത് ഞങ്ങൾക്ക് 2 ആഴ്ച കൂടി സമയം തന്നെ ഒന്നാണ്. പക്ഷേ അതും സുപ്രീം കോടതി നടത്താണ്ട് 139 ആക്കിയത് റസൽ ജോയിയുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ഒരു ദൈവമാണ്, നമ്മളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നിട്ടുള്ള ദൈവം. പക്ഷേ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, നമുക്കെല്ലാവരും മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ഇത് പൊങ്കാല, അവനെ ഏറിക്കയറ്റി ഇവനെ ഏറിക്കയറ്റി അങ്ങനെ വലിയ ഇതാണല്ലേ. ഇവിടെ ഉണ്ണിമൂന്തൻ ഒരു പൊട്ടിനെ പറ്റിയിട്ടപ്പോഴേക്കും ഇവിടെ എന്തൊക്കെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്ര വലിയൊരു ബോംബും തലയിൽ വച്ചിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ ആ ഒരു ബോംബിനെ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നില്ല, അതിനെ പറ്റിയിട്ട് സമരങ്ങൾ നടത്തുന്നില്ല, ഒന്നുമില്ല. നമ്മൾ യുവജനങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മുല്ലപ്പെരിയാർ ഇതേപടി നിൽക്കുകയാണെങ്കിൽ വലിയ അപകടം ഉറപ്പായിട്ടും ഉണ്ടാകും, ഒരു സംശയവുമില്ല. അത് ഞാൻ പറഞ്ഞ് ഭീതി പരത്തുകയല്ല, അതാണ് സത്യം. ഒരുപാട് ആധികാരികമായിട്ടുള്ള ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് അതിനുണ്ട്. എല്ലാത്തിൻ്റെയും റെഫറൽ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. എന്തായാലും എടപ്പാടിയുടെ കാര്യം പോട്ടെ, നിലവിൽ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അകത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? തമിഴ്നാട്. കേരളത്തിൽ എന്തെങ്കിലും ഒരു വൈദ്യുതി അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. കേരളത്തിന് ആകപ്പാട് കിട്ടുന്ന എന്താണ്? 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത് അതിൻ്റെ പാട്ടമായിട്ട് പ്രതിവർഷം. പക്ഷേ
തമിഴ്നാട് ഈ ഒരു വെള്ളം എടുത്തുകൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എത്രത്തോളം കോടി രൂപയാണ് ഉണ്ടാക്കുന്നത്. കറണ്ട് കൊണ്ട് മാത്രം ഏകദേശം 500 കോടി രൂപയുടെ അടുത്താണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും കോടി രൂപയുടെ യൂണിറ്റ് വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ജലസ്രോതസ്സാണ് ഇതിലെ വെള്ളം എന്ന് പറയുന്നത്. അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാശും ഇല്ല, വെള്ളമെടുക്കുന്നതിൻ്റെ കാശുമില്ല, ഒന്നുമില്ല. മൊത്തം കൂടെ തമിഴ്നാട് ആ ഒരു കറണ്ട് ഉൽപ്പാദിപ്പിച്ച ശേഷം ആ ഒരു വെള്ളം അവിടുത്തെ പല ഗ്രാമങ്ങളിലേക്കും പ്രധാനമായിട്ടും 5 ജില്ലകളിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സാണ് മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം എന്നുള്ളത്. ആ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ പല പല കാർഷിക മേഖലകളും ഇൻഡസ്ട്രീസും ചെറുകിട വലിയ വ്യവസായങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം കൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം അവർ 50,000 കോടി രൂപയുടെ ലാഭം ഇതിൻ്റെ അകത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു അനൗദ്യോഗിക കണക്കുകൾ നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവർ ലാഭമുണ്ടാക്കിയിട്ട് കേരളത്തിന് 1 കോടി കൊടുത്തപ്പോഴേക്കും എന്തോ ഭയങ്കര സംഭവമായിട്ട് കൊട്ടിഘോഷിക്കട്ടെ, നല്ലൊരു കാര്യമാണ്, ഒരിക്കലും ഞാൻ മോശമെന്ന് പറയുന്നില്ല. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്ന ആരെയും തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയെ ചിന്തിച്ച് നോക്കുക. അതായത് ആകപ്പാടെ നമുക്ക് തരുന്ന പാട്ടം എന്ന് പറയുന്നത്, വാടക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. കേരളത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, കേരളത്തിലുള്ള ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് 1 കോടി തരുമ്പോഴേക്കും അണ്ണൻ ഉയർ, അണ്ണൻ സിംഗമാണ്, തമിഴ്നാട് ഉയർ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നതിൽ എന്താണ് അർത്ഥം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്കത് വിടാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കളി കൂടെ നമുക്ക് പറയാം. നിങ്ങൾ ആരെങ്കിലും ഡ്രിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഞാനും കേട്ടിട്ടില്ലായിരുന്നു. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ യൂട്യൂബർ സുഹൃത്തായിട്ടുള്ള സനൂഫാണ്. അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഡ്രിപ്പിൻ്റെ ഫുൾ ഫോം നോക്കുവാണെങ്കിൽ ഡാം റിഹാബിലേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ള അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് ഡ്രിപ്പ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോക ബാങ്ക്, വിദേശത്തുള്ള പല ബാങ്ക്, ഇന്ത്യയിലെ പല ഏജൻസികൾ, അങ്ങനെ ഒരുപാട് സംഘടനകൾ, ഒരുപാട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ചേർന്ന് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേൾഡ് ബാങ്ക് അടക്കമുണ്ട്. പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാക്കിയുള്ള ഫണ്ട് സ്രോതസ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ ഡാമുകളെ പറ്റിയിട്ട് പഠിക്കാനും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും അപകടകരമായിട്ടുള്ള ഡാമുകളുടെ മെയിൻ്റനൻസ് നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഡ്രിപ്പ് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഡാമുകളുണ്ടല്ലേ. ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ 5745 റിസർവോയറുകളാണുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ 293 ഡാമുകളും 100 വർഷം പഴക്കമുള്ളതാണ്. മാത്രമല്ല 25% ഡാമുകളും 50 മുതൽ 100 വർഷം വരെ പഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ 80% ഡാമുകൾ എന്ന് പറയുന്നത് 25 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ്. സാധാരണഗതിയിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഒരു ഡാമിൻ്റെ ആയുസ് 30-40 അത്രയും വർഷം അവർ വയ്ക്കത്തുള്ളൂ. അതിനുശേഷം അവർ ഡീകമ്മീഷൻ ചെയ്യുകയോ പുതുക്കി പണിയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഈ പറയുന്ന ഡ്രിപ്പ് പ്രോജക്റ്റ് പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് മൊത്തത്തിൽ ഇന്ത്യക്ക് ആകപ്പാടെ ഫണ്ട് വരുന്നത്. ഇതിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിലെവിടെയാണ് രാഷ്ട്രീയം വരുന്നത്? ഇപ്പോൾ നല്ല കാര്യമല്ലേ, ഡാമൊക്കെ പുതുക്കി പണിയുന്നില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അവർ ഒരേ ഒരു ഡാമിൻ്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ, അത് മുല്ലപ്പെരിയാറാണ്. ലോകത്തെ ടോട്ടൽ ഡാമുകളിലാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ഡാമായിട്ട് ഇടം പിടിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ഡ്രിപ്പ് പ്രോജക്റ്റിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രോജക്റ്റിൽ KSEBയുടെയും അതുപോലെ തന്നെ KWRD, കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ കീഴിലുള്ള ഡാമുകൾ ഒരുപാട് ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ ഈ പറയുന്ന മുല്ലപ്പെരിയാറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് തമിഴ്നാടിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും അവരുടെ സൈറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കീഴിലുള്ള ഒരുപാട് ഡാമുകൾ ഈ ഒരു ഡ്രിപ്പ് പ്രോജക്റ്റിൽ, ഞാൻ പറഞ്ഞ പോലെ 59 ഡാമുകൾ ഈ ഒരു ഡ്രിപ്പ് പ്രോജക്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരും മുല്ലപ്പെരിയാറിൻ്റെ പേര് കൊടുത്തിട്ടില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഇപ്പോൾ കേരളം പലതവണ ഇത് പുതുക്കി പണിയാം അല്ലെങ്കിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ജനപ്രക്ഷോഭങ്ങൾ കണക്കിലെടുത്തുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴെല്ലാം ഇതിനെ എതിർത്തിട്ടുള്ളത് തമിഴ്നാടായിരുന്നു. 2019 പാർലമെൻറ്റിൽ പുതിയൊരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടു, ഡാം സേഫ്റ്റി ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡാമുകളുടെ നിലവാരം നോക്കുക, അതിൻ്റെ സുരക്ഷാ പാളിച്ചകൾ, സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുക, അതിപ്പോൾ എത്രത്തോളം സേഫാന്ന് നോക്കുക, അതിനെ എന്തെങ്കിലും പുതുക്കി പണിയണമെങ്കിൽ അത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യാനുള്ളതായിരുന്നു ആ ഒരു ബില്ല്. പക്ഷേ തമിഴ്നാട് ആ ഒരു ബില്ലിനെ എതിർക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് ആയിരുന്നു, അതായത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അതായത് ആ ഒരു ഡാം നിൽക്കുന്നത് 2 സംസ്ഥാനങ്ങളിലായിട്ടാണെങ്കിൽ, 2 സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള ഡാമാണെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് 2 സംസ്ഥാനമായിരിക്കത്തില്ല, മറിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള മറ്റൊരു അതോറിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് ഇതിൻ്റെ പുറത്ത് യാതൊരുവിധ കൺട്രോളും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ആ ഒരു നാഷണൽ ബോഡി ഇതിനെ ഡീകമ്മീഷൻ ചെയ്യാൻ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ ഇതിനെ പുതുക്കി പണിയാനോ എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം അല്ലേ. അപ്പോൾ തമിഴ്നാട്ടിലെ
പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാടിൻ്റെ 5 ജില്ലകൾ പ്രധാനമായിട്ടും ഇറിഗേഷൻ, അവിടെ ജല സ്രോതസ് എന്ന് പറയുന്നത് അവർക്ക് വെള്ളം സപ്ലൈ കിട്ടുന്നത് ഇതിലെ വെള്ളത്തിൽ നിന്നുമാണ്. കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ബാക്കി വരുന്ന വെള്ളത്തിൽ നിന്നുമാണ് അവർക്കുള്ള സപ്ലൈ പോകുന്നത്. പ്രധാനമായിട്ടും ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിർത്തലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പച്ചമലയാളത്തിൽ പറയുവാണെങ്കിൽ തമിഴ്നാടിൻ്റെ ആ ഒരു ജില്ലകളുടെ എല്ലാം വെള്ളം കുടിമുട്ടും. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്ന പോലെ തമിഴ്നാട് 50,000 കോടി രൂപയുടെ ലാഭം ഈ ഒരു വെള്ളം വെച്ച് ആകപ്പാടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ആകപ്പാടെ 10 ലക്ഷം രൂപ അതിൻ്റെ പാട്ടമായിട്ട്. എന്നിട്ടാണ് നമ്മൾ തമിഴ്നാട് 1 കോടി തന്നപ്പോഴേക്കും അണ്ണൻ മാസ് ഉയരെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത്. അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ് ഇടുന്നത് തെറ്റാണെന്നോ അഭിനന്ദിക്കുന്നത് തെറ്റാണെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഒരാൾ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമുക്ക് 10 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ അഭിനന്ദിക്കുമോ അതോ നമുക്ക് എന്ത് ചിന്തയാണ് ഉണ്ടാകേണ്ടത്? ആ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ടതും തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു ഡ്രിപ്പിൽ ഇത്ര വലിയൊരു പ്രോജക്റ്റിൽ പോലും, അതായത് വേൾഡ് ബാങ്ക് അടക്കം ഫണ്ട് ചെയ്യുന്ന, ഇന്ത്യക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ അകത്ത് പോലും മുല്ലപ്പെരിയാറിനെ 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനമായിട്ടും അതിൻ്റെ പിന്നിലുള്ള കേസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു നടപടി നടക്കാത്ത കാരണം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ വാശി തന്നെയാണ്. അപ്പോൾ തമിഴ്നാട് ആ ഒരു വാശി പിൻവലിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളായിരിക്കും അപകടപ്പെടാൻ പോകുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ ആകപ്പാടെ 36 ഡാമുകൾ തകർന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, വീടും കുടിയും നഷ്ടപ്പെട്ടു. ആ സ്ഥലത്തെ കംപ്ലീറ്റ് ജൈവ വൈവിധ്യങ്ങളും മറ്റ് നിർമ്മാണങ്ങൾ നഷ്ടപ്പെട്ടു, ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പൊട്ടുന്നതിനെല്ലാം മുമ്പ് അവിടുത്തെ ജനങ്ങളും അധികാരികളും പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും പൊട്ടത്തില്ല എന്നാണ്. ഇനി 1975 ഏറ്റവും വലിയ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡാം തകർച്ചയായിരുന്നു സംഭവിച്ചത്. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ബാൻക്വാവോ ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ബാൻക്വോ എന്നോ എന്ത് വേണമെങ്കിലും ആകട്ടെ, എന്തായാലും പൊട്ടിയത് ഡാം തന്നെയാണല്ലോ അല്ലേ. ആ ഡാം പൊട്ടിയപ്പോഴേക്കും മരിച്ചത് ഏകദേശം 2,50,000, അതായത് 2.5 ലക്ഷത്തോളം ആൾക്കാരായിരുന്നു. ബാക്കി എന്തോരം പേർക്ക് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപാട് പേരുടെ ബന്ധുക്കളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയൊരു നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അന്ന് ആ ഒരു സംഭവം ചൈന മൂടി വയ്ക്കാൻ ശ്രമിച്ചായിരുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ വലിയ കഥകളും പിന്നിലെ പൊളിറ്റിക്സും ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന കാര്യമായി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊന്നും മിണ്ടണ്ട. ഇവിടെ വലിയൊരു ബോംബാണ് തലപ്പേറിയിരിക്കുന്നതല്ല. അതിനെപ്പറ്റി മിണ്ടിയില്ലെങ്കിൽ പുറം രാജ്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ UN വരെ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും നമ്മളാരും പഠിക്കത്തില്ല. എന്തായാലും ബാൻക്വോ ഡാം 1950 പണി തുടങ്ങിയത്. 75 ആയപ്പോഴേക്കും അത് പൊട്ടി. 1000 വർഷത്തിലുണ്ടാകുന്ന പ്രളയം, അതായത് അത്രത്തോളം തീവ്രമായിട്ടുണ്ടാകുന്നു. 1000 വർഷത്തിൽ ഒരു തവണ എത്ര വലിയൊരു പ്രളയം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു പ്രളയത്തെ പോലും അതിജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന ബാൻക്വോ ഡാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 75 ആ ഒരു ഡാം തകരുകയാണ്. അതിനെ പറ്റിയിട്ടൊക്കെ അവിടുത്തെ ഒരു ഹൈഡ്രോളജിസ്റ്റ് സെൻസിങ്, അങ്ങനെ ഒരു ഹൈഡ്രോളജിസ്റ്റ് ഒരുപാട് ഇതുപോലെ റസൽ ജോയിയെ പോലെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പൊട്ടും, ഇത് അപകടാവസ്ഥയിലാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലേ. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ കൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട് വിഷയങ്ങളൊക്കെ. എന്നിട്ടും നമ്മുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കേരള ജനത വലിയൊരു പരാജയമാണെന്നേ പറയാനുള്ളൂ. നാളെ ഇത് പറയാൻ ഞാനോ നിങ്ങളോ ഉണ്ടാകത്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴക്കാലവും പ്രളയം വരുമ്പോഴേക്കും മുല്ലപ്പെരിയാർ ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല. തീർച്ചയായിട്ടും ഇത്ര നാൾ ഞാനും മുല്ലപ്പെരിയാറിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും സമ്മതിക്കുന്നു. ഏതായാലും അതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ബോംബാണ് നമ്മൾ തലയിൽ പേറിക്കൊണ്ട് നടക്കുന്നത്, ഉടൻ പൊട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Aswin Madappally signing out.